കരിയറിൽ ചില ഡിസിഷൻസ് നമ്മളെ ഇമ്മീഡിയറ്റ്ലി എഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് ലോങ് ടേം എഫക്ട്സ് ആയിരിക്കും അതിൻ്റെ. അങ്ങനത്തെ തന്നെ ഒരു ഡിസിഷനാണ് ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങളുടെ എനർജിയിൽ, നിങ്ങളുടെ കരിയർ റീഡിങ്ങിൽ. അപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ കരിയർ റീഡിങ്ങിലേക്ക് ചെല്ലാം, എന്താണ് മെസ്സേജസ് വരണമെന്ന് നോക്കാം. എസ്പെഷ്യലി ഈ തീരുമാനം എന്താണെന്ന് നമ്മൾക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ, നിങ്ങളുടെ കരിയറിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ എനർജിയിൽ ഒരു സക്സസിൻ്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങൾ കുറേ അച്ചീവ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കരിയറിൽ. നിങ്ങൾ ഒരു വെൽ പെർഫോമിങ് പേഴ്സൺ ആണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ തന്നെ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ. പക്ഷേ എന്തോ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ, കരിയറിൽ എസ്പെഷ്യലി ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവണ പോലെ, ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സിറ്റുവേഷൻ, ഈ എനർജി മാറുന്നുണ്ട് കരിയറിൽ. ആൻഡ് എവിടെയോ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നാൻ തുടങ്ങിയിട്ടുണ്ടാവും, അത് ഈ സ്ഥലത്ത് ഇപ്പോൾ എൻ്റെ റോള് കഴിഞ്ഞു, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പുതിയതായി ചെയ്യണം. അപ്പോൾ നിങ്ങൾ കുറേ സമയമായിട്ട് ഇങ്ങനെ ഒരു പ്രാക്ടിക്കലി ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കുമായിരുന്നു. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് മാത്രമേ ഒരു ഫീലിംഗ്, ഇപ്പോൾ ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യാൻ സമയമായിരിക്കണു, അങ്ങനത്തെ ഒരു ഫീലിംഗ് വരണു. അപ്പോൾ ഈ ഡിസിഷൻ കുറേ സമയമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ജഗൽ ചെയ്യായിരുന്നു, ഇത് വേണോ വേണ്ടേന്ന്. അത് മനസ്സിലെ ഒരു ഡൗട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ കാണുന്നത് റീസെൻ്റ്ലി നിങ്ങളെന്തോ എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു, ഒരു ബോണസ് ഇല്ല, ഒരു പ്രൊമോഷൻ, അതെന്തോ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഡിസപ്പോയിൻമെൻറ്റ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഡീൽ ചെയ്യണ ഒരു പേഴ്സൺ ഉണ്ട് ഓഫീസിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ. ഇപ്പോൾ ഇത് ബിസിനസ്സിൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ആവാം. ഓക്കെ, ഇത് ജോബിൻ്റെ മാത്രമല്ല, ബിസിനസ്, കരിയർ എല്ലാത്തിലും ഇത് ആപ്ലിക്കബിൾ ആവും. അപ്പം ഞാൻ കാണുന്നത് ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ ഓഫീസിലോ ജോലിയിലോ എവിടെയോ ഉണ്ടായിരുന്നു. ഈ പേഴ്സൺ കുറേ ഒരു ഡോമിനേറ്റിംഗ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പോൾ അതും കുറച്ചൊരു ക്ലാഷ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ പേഴ്സൻ്റെ കൂടെ. ഇതൊരു കലീഗും ആവാം, ബോസ് ആവാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നു, അത് എന്താ വേണ്ടേ, ഇതിൽ എനിക്ക് ഒരു ഫെയർ ആയി തോന്നുന്നില്ല, എനിക്ക് കിട്ടണത്, ഞാൻ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും എനിക്ക് ആ ബോണസ് ഇല്ല, റിവാർഡ് ഇല്ല, പ്രൊമോഷൻ ഇല്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു പ്രാക്ടിക്കലായി ഡിസിഷൻ എടുക്കാൻ നോക്കുകയാണ്. അത് ഇപ്പോൾ ഈ ജോബിനെ വിട്ടിട്ട് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോകണമെന്ന്. ഇതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യായിരുന്നു ഈ പുതിയ ജോലി, ഈ പുതിയ ഓഫർ. നിങ്ങൾ ഷുവർ ആയിരുന്നില്ല എങ്ങനത്തെ ഒരു ജോലിയാണ് വേണ്ടത്, എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയി തോന്നുക. ഓപ്ഷൻസ് കുറേ ഉണ്ടായിരുന്നു, ബട്ട് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തു. അതുമാത്രമല്ല, നിങ്ങൾ എവിടെയോ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിരുന്നു നിങ്ങളുടെ കറണ്ട് ജോബിൽ. അപ്പോൾ നിങ്ങൾക്കത് വിടാൻ തോന്നിയില്ല, ഒരു കംഫർട്ട് സോൺ ഉണ്ട് നിങ്ങളുടെ ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്തെങ്കിലും പുതിയത് എക്സൈറ്റിംഗ് ആയി വന്നാൽ, അപ്പോൾ നമ്മൾക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തു. പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, ഒരു റെസ്ട്രിക്റ്റഡ് മാതിരി നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു റെസ്ട്രിക്ഷൻ്റെ എനർജിയാണ്. പൈസയുടെ കാര്യത്തിലും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, ആൻഡ് നിങ്ങളുടെ റോളിലും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട മാതിരി ഒരു ഫ്രീഡം ഇല്ലാത്ത മാതിരി. അപ്പോൾ നിങ്ങൾ കുറേ ഇങ്ങനെ ഒരു അൺഹാപ്പി എനർജിയിലാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഇത് മുമ്പേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവിടെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേന്ന്. ബട്ട് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടിയും ഒരു ക്ലാരിറ്റി വരാൻ തുടങ്ങി. അത് എനിക്കിപ്പോൾ വേറെ സ്ഥലത്ത് എവിടെയോ ട്രൈ ചെയ്യണം എന്നുണ്ട്. ഇവിടെ ഞാൻ ഹാപ്പി അല്ല, അപ്പോൾ എനിക്ക് മൂവ് ഓൺ ചെയ്യണം. ഞാൻ വേറെ എവിടെയെങ്കിലും പോയാൽ എനിക്ക് കുറച്ചുകൂടിയും ഒരു എന്താ പറയുക, അവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. ഇവിടെ എനിക്ക് ആ ഒരു സപ്പോർട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഞാൻ കാണുന്നത്. ഇത് ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് വിഷമമുണ്ട്. പക്ഷെ എവിടെയോ നിങ്ങളിവിടെ സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ബട്ട് ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്തിട്ട്
ഒരു തീരുമാനം ഇപ്പോൾ എടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റില്ല വെച്ചാൽ എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ആ ഡയറക്ഷനിലേക്കാണ് പുഷ് ചെയ്യണത്. എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. മുമ്പേ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് പുഷ് ചെയ്തു. നിങ്ങൾ ഈ ഡിസിഷൻ, ഈ തീരുമാനം എടുക്കാണ്ട് തന്നെ കുറേ സമയം വരെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയല്ല. ഇപ്പോൾ വരാൻ പോണ സമയം നിങ്ങൾക്ക് ആ ഐഡിയ, ആ തോട്ടിനെ മാർക്കാൻ പറ്റുന്നില്ല, അതിനെ പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു എന്താ പറയുക, ഒരു ഡിസപ്പോയിൻമെൻറ്റ് മാത്രമല്ല ഒരു ഫ്രസ്ട്രേഷനും ഇപ്പോൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് വരണത് എന്താ വെച്ചാൽ നിങ്ങളുടെ മെയിലിൽ ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു കോള് വന്നിരുന്നു, എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആ ഓഫറിനെ മിസ് ചെയ്തു, ഇല്ല വെച്ചാൽ ആ ഓഫറിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്തു. ഈ ഓഫർ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നല്ല ഓഫറായിരുന്നു. ഇപ്പോൾ ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല വെച്ചാൽ മേ ബി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ എന്തോ ഒരു ഓഫർ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ആൻഡ് ആ ഓഫർ നിങ്ങൾക്ക് തോന്നും അത് ശരിയല്ല എന്ന്. ബട്ട് യൂണിവേഴ്സ് നിങ്ങളോട് ആദ്യം അതിനെ റീകൺസിഡർ ചെയ്യാനാണ് പറയണത്. എന്താ വെച്ചാൽ എവിടെയോ ഈ ഓഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് കൊണ്ടുവരാൻ പോണത്. ഇതൊരു സ്റ്റേബിൾ ജോബിൻ്റെ ഓഫറാണ്. ഓക്കെ, കുറേ ഹാർഡ് വർക്ക് ഉണ്ട്, കുറേ സ്റ്റെബിലിറ്റി ഉണ്ട്, ആൻഡ് ഫ്യൂച്ചർ ഞാൻ കാണുന്നത് ഒരു ലോങ് ടേം ഫ്യൂച്ചർ മാതിരി ഒരു എനർജിയാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ വെച്ചാൽ ഈ ജോലിയിലായിരിക്കും നിങ്ങൾ ഒരു കുറച്ചുകൂടിയും ഒരു ലോങ് ആയിട്ട് ഒരു സർവീസ് ഉണ്ടാവുന്നത് ഈ ജോലിയിലായിരിക്കും. ലൈക്ക് ഒരു കുറേ കൊല്ലം നിങ്ങൾ ഈ കമ്പനിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. ബട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ടി വരും. എന്താ വെച്ചാൽ ആ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ ഒരു ഫെയ്ത്ത് വെച്ചിട്ട് വേണം മുമ്പോട്ട് പോവാം. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ റിസ്ക് ഉണ്ട്, റിസ്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ആ റിസ്ക് എടുത്താലേ നിങ്ങൾക്ക് അറിയുള്ളൂ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുകയെന്ന്. സെയിം ജോബിൽ നിങ്ങൾക്ക് വേണമെച്ചാൽ കണ്ടിന്യൂ ചെയ്യാം, പക്ഷേ അവിടെ ഞാൻ കാണുന്നത് ആ ഫ്രസ്ട്രേഷൻ കൂടുകയുള്ളൂ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ് വെച്ചാൽ ഇപ്പോൾ അത് കുറച്ചുകൂടിയും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാവും. അപ്പം നിങ്ങൾ വിട്ടു പോണത് ഒരു നെഗറ്റീവ് എൻവയറമെൻ്റ് ആണ്. എന്താ വെച്ചാൽ നിങ്ങൾ വിടുമ്പോഴും ജോലി വിടാൻ അവർ ചിലപ്പോൾ കോഓപ്പറേറ്റ് ചെയ്യില്ല, കുറച്ചൊരു ഇഷ്യൂസ് ഉണ്ടാവാം. ബട്ട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ആ ഇഷ്യൂസൊക്കെ ഒരു ടെമ്പററി ഇഷ്യൂ ആണ്. ഓക്കെ, കുറച്ച് സമയം കഴിഞ്ഞ് അതൊക്കെ സെറ്റിൽ ഡൗൺ ആവും. പറഞ്ഞ പോലെ നിങ്ങൾ റിസ്ക് എടുത്താലേ നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഈ റിസ്ക് എങ്ങനെയാണ് പേ ഓഫ് ചെയ്യാന്ന്. ഞാൻ കാണുന്നത് ഇവിടെ ഒരു നല്ല സ്റ്റേബിൾ എനർജിയാണ് വരാൻ പോണത്. ബട്ട് അഗൈൻ അതൊരു റിസ്ക് ആണ്. എന്താ വെച്ചാൽ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു എൻവയറമെൻറ്റിൽ ജോബ് ചേഞ്ച് എന്ന് പറയണത് ഒരു റിസ്ക് തന്നെയാണ്. ഇപ്പോൾ കുറേ വാർ സിറ്റുവേഷൻസ് നടക്കുകയാണ്. ചില സ്ഥലത്ത് കമ്പനീസിലേക്ക് ജോലി വിട്ടു പോകാൻ ആൾക്കാരോട് പറയണു. അപ്പോൾ ആ റിസ്ക് ഉണ്ടാവും. ബട്ട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ എവിടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് അത് മാത്രമല്ല നിങ്ങളുടെ ലക്കിനെയും കുറച്ച് ട്രസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു മെൻറ്റോറുടെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ എവിടെയോ നിങ്ങൾ നിങ്ങളുടെ ആരോ ഒരു മെൻറ്റോറിനെ ഇല്ലേച്ച ഒരു എക്സ്പീരിയൻസ് ഉള്ള പേഴ്സണെ കൺസൾട്ട് ചെയ്യാനും യൂണിവേഴ്സ് ഇവിടെ അഡ്വൈസ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മെസ്സേജ് വന്നിരിക്കണത് എന്താ വെച്ചാൽ ലെറ്റ് ഗോ. അപ്പോൾ യൂണിവേഴ്സും പറയണത് എന്തോ ഒരു ലെറ്റ് ഗോ ചെയ്യാനുള്ള സമയമായിരിക്കണു. ആൻഡ് ഇതാണ് നിങ്ങളുടെ കരിയറിൽ മെസ്സേജ് വന്നിരിക്കണേ. ഇത് റെസൊനേറ്റ് ആയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസിൽ യെസ് എന്ന് എഴുതുക, ഇതിനെ ക്ലെയിം ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.